നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹോർമുസിലാണ് അതിശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറന്നില്ലെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള വെല്ലുവിളി, അതായത് ഊർജ്ജ പ്ലാന്റുകൾ ആക്രമിക്കുമെന്നാണ്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് ഇപ്പോൾ ഇറാൻ മറുപടി കൊടുത്തിരിക്കുന്നത് ശത്രുക്കളുടെ കപ്പലുകൾ ഞങ്ങൾ കടത്തിവിടില്ല, എന്നാൽ മിത്രങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് വഴി തുറക്കും എന്നാണ്. ഇത് മാത്രമല്ല, അവർ ഇപ്പോൾ ഹോർമുസ് ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറ്റിയിരിക്കുകയാണ്. ഈ കടന്നു പോകുന്ന കപ്പലുകൾ, അതായത് മിത്രങ്ങളുടെ കപ്പലുകൾ കടന്നു പോകുന്നു എന്ന് പറയുമ്പോഴും അവരിൽ നിന്ന് പണം ഈടാക്കുന്ന ഒരു രീതിയിലേക്ക് ഇറാൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാന് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഒരു വഴിക്കൂടെ അമേരിക്കയുടെ വലിയ ഉപരോധങ്ങൾക്കിടയിലാണ് ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ അവർക്ക് ആയുധശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് ഹോർമുസ് അവരെ ആ വഴിക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തലത്തിൽ ഒരു തരത്തിലും പിന്നോട്ടേക്ക് പോകാതെ ഇറാൻ അതിശക്തമായ ആക്രമണം കടുപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഇനി അമേരിക്കയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അമേരിക്കയ്ക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനാവില്ല ഈ ഘട്ടത്തിൽ. പരമാവധി ഹോർമൂസിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക, മാനസികമായി സമ്മർദ്ദം ചെലുത്തുക. അതൊരു ആക്രമണത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു എങ്കിൽ കാര്യമായ കഷ്ടനഷ്ടങ്ങൾ, നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഹോർമൂസ് എന്നത് വളരെ വളരെ ഈ തന്ത്രപ്രധാനമായ മേഖലയും ചോക്ക് പോയിന്റുമാണ്. അതുകൊണ്ട് ഹോർമൂസിൽ ഇറാന് സ്വീകാര്യമല്ലാത്ത ജലയാനങ്ങൾ, അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ കപ്പലുകൾ അതുവഴി പോയാൽ ഏത് നിമിഷവും ആക്രമണ ഭീഷണി ഉണ്ടാവാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ എണ്ണ കടലിലേക്ക് പരക്കുകയാണെങ്കിൽ പാരിസ്ഥിതിക ശോഷണം അതിഭീകരമായിരിക്കും. അത് മാത്രമല്ല, കടൽ മൈനുകൾ സ്ഥാപിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇപ്പൊ കടൽ മൈനുകൾ പൂർണ്ണമായി, അതായത് കടലിന്റെ അടിത്തട്ടിൽ സ്ഥാപിക്കുന്നതും ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതും അതുപോലെ കാന്തശക്തിയോടുകൂടി ഒരുപക്ഷെ കപ്പലുകളിലേക്ക് അടുത്തു വരുന്നതുമായ പല വിധത്തിലുള്ള മൈനുകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് ഇറാന്റെ കൂടി ഒരു സഹകരണമില്ലാതെ അതിലേക്ക് കടന്നു പോകുന്ന കപ്പലുകൾ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ഇറാന്റെ കരയിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ആക്രമണം അതൊന്നും പൂർണ്ണമായി ഒഴിവാക്കാനായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ മിസൈൽ ആക്രമണം സ്ഥിരീകരിക്കുന്നു. കാരണം ഇറാന്റെ മിസൈൽ പ്രതിരോധ ശക്തി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, സമ്മതിക്കാം. പക്ഷേ ഇറാൻ ഇപ്പോഴും ആക്രമണ ഉത്സുകത കാട്ടുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ, UGCC രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇപ്പോഴും അഴിച്ചുവിടുന്നത്. അങ്ങനെയെങ്കിൽ ഹോർമൂസ് ഒരു സ്ട്രെങ്ത് ആണ്, സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണ് ഹോർമൂസ്. അതുകൊണ്ട് ആ ബലത്തിലാണ് കഴിഞ്ഞ 47 വർഷവും അമേരിക്കയെ വെല്ലുവിളിച്ച് കഴിഞ്ഞത് ഇറാൻ. ഇപ്പോഴിതാ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് വരുന്നു. ഹോർമൂസിനെ കുറിച്ച് പല പല കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയും മറിച്ചും പറഞ്ഞത് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ തന്നെ. അതിലൊന്ന്, ഹോർമൂസ് തങ്ങൾ ബലം പ്രയോഗിച്ച് തുറക്കാൻ പോവുകയാണ്. 2, തങ്ങൾ നെയ്റ്റോ പങ്കാളികളുടെ സഹകരണം തേടുന്നു. 3, ചൈനയ്ക്കും റഷ്യക്കും ഉൾപ്പെടെ ഞങ്ങളോട് സഹകരിക്കാം. 4, ഹോർമൂസ് കടലിൽ ആരുടെയും സഹായമില്ല എങ്കിലും ഞങ്ങൾ ഏകപക്ഷീയമായി ബലം പ്രയോഗിച്ച് തുറക്കും. 5, ഹോർമൂസ് ഞങ്ങളുടെ വിഷയമല്ല, കാരണം ഇത് ചൈനയും റഷ്യയും ജപ്പാനും ഒക്കെ ഉപയോഗിക്കുന്ന പാതയാണ്, ഞങ്ങൾക്കതിൽ വലിയ യാതൊരു താല്പര്യമൊന്നുമില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുന്ന ട്രംപ്. 6ാമത്തെ ഭാഗത്ത് പറയുന്നു, ഹോർമൂസ് നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തുറന്നു തന്നില്ല എങ്കിൽ നിങ്ങളുടെ ഊർജ നിലയങ്ങൾ മുഴുവൻ ആക്രമിക്കും. ഈ 6ഓ 7ഓ പ്രസ്താവനകളെ ഒരുമിച്ച് ചേർത്ത്, ഹോർമൂസിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകളെ ചേർത്ത് വായിച്ചാൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ മനസ്സിൽ, അമേരിക്കൻ പോളിസി മേക്കേഴ്സിന്റെ മനസ്സിൽ ഹോർമൂസ് വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന കൃത്യമായ നിശ്ചയമില്ലാത്തതുപോലെയാണ് പ്രസ്താവനകൾ വെളിയിൽ വരുന്നത്. നമുക്ക് ഈ പ്രസ്താവനകളെ മാത്രമേ ആധികാരികമായി എടുക്കാവൂ. അതിനുശേഷം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ കൂടെ നോക്കുക. ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ല. അമേരിക്ക, ഇസ്രായേൽ എന്നീ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകുന്ന തീർച്ചയായും നിയന്ത്രണമുള്ളൂ. മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ അനുവാദത്തോടു കൂടി കടന്നു പോകാം. അപ്പോഴാണ് പ്രക്ഷോഭം ഉന്നയിക്കുന്ന അടുത്ത വിഷയം വരുന്നത്. അനുവാദത്തോടെ എന്ന് പറയുമ്പോൾ അപേക്ഷ നൽകി അനുവാദം നൽകുന്നത് ഒരു ഫീസ് തീരുമാനമല്ല. ഹോർമൂസ് എന്ന് ഓർക്കണം, 33 കിലോമീറ്റർ വീതിയുള്ള ഒരു കടൽ, സ്വാഭാവിക കടലിടുക്കാണ്. അത് ഇറാന്റെ പ്രയത്നം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു കടലിടുക്കല്ല.
അത് ചില ഭാഗത്ത് 50-60 കിലോമീറ്റർ വീതിയുണ്ട്, ചില ഭാഗത്ത് 33 കിലോമീറ്റർ മാത്രമാണ് വീതി. അതായത് ഇറാനിയൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കൂടി ഉൾപ്പെടെ, അതായത് 20 കിലോമീറ്റർ ആണ്, അതിലുൾപ്പെടെ ജലയാനങ്ങൾക്ക് ചിലപ്പോൾ പ്രവേശിക്കേണ്ടി വന്നേക്കാം. ഇതിനിടയിലുള്ള കൃത്യമായ അന്താരാഷ്ട്ര കപ്പൽച്ചാൽ എന്ന് പറയുന്നത് കേവലം 1.5 കിലോമീറ്റർ മാത്രം വീതിയുള്ള വളരെ നാരോ ന്യൂട്രൽ കപ്പൽച്ചാലാണുള്ളത്. അതിന്റെ മേൽ ഇറാൻ അവകാശവാദം ഉന്നയിക്കാൻ ആവില്ല എങ്കിൽ പോലും ഇറാന്റെ ഒരു മുറ്റം അല്ലെങ്കിൽ ഇറാന്റെ ഒരു പിന്നാമ്പുറം എന്ന നിലയിൽ അവിടെ പരമ്പരാഗതമായി ഇറാൻ ഒരു ശക്തി തന്നെ ആയിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗുണ്ടാപ്പിരിവ് എന്ന നിലയിൽ അതിലെ കടന്നു പോകുന്ന ജലയാനങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു എങ്കിൽ അത് ഏത് രൂപത്തിൽ ന്യായീകരിക്കാം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, ഇതിന് സമാനമായ രീതിയിലുള്ളത് വലിയ സമാനതകളില്ല, മനുഷ്യനിർമ്മിതമായ 2 കനാലുകളുണ്ട്. പനമ കനാൽ, അതായത് വടക്ക് അമേരിക്കകളെ ഡിവൈഡ് ചെയ്യുന്ന പനാമ കനാൽ. അതുപോലെ മനുഷ്യനിർമ്മിതമായ മറ്റൊരു കനാലാണ് മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ. ഇത് രണ്ടും ദേശസാൽകൃതമായ കാര്യങ്ങളാണ്. അവിടെ ഒരു ഫീസ് പിരിക്കുന്നതിൽ അതത് രാജ്യങ്ങൾക്ക്, ഈജിപ്തിനാകട്ടെ പാനമയ്ക്കാകട്ടെ ഒരുപക്ഷെ കഴിയും. കാരണം അവരുടെ നിർമ്മാണം അതിൽ ഇൻവോൾവ് ആണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഈ പറയുന്ന കടലെടുക്ക്. ഇത് സ്വാഭാവിക കടലാണ്. അതുകൊണ്ട് അതിലേ കടന്നു പോകുന്ന കപ്പലുകൾക്ക് കപ്പം പിരിക്കുന്നത് ന്യായമായ കാര്യമല്ല. ഇതുവരെ അത് ചെയ്തിട്ടുണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഇതൊക്കെ അനൗപചാരികമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതേക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. എന്തു പറഞ്ഞാലും ബലപ്രയോഗത്തിലൂടെ ഹോർമോസ് മോചിപ്പിക്കാൻ ശ്രമിച്ചാൽ വലിയ നാശനഷ്ടങ്ങളാവും ഉണ്ടാവുക എന്നതാണ് എൻ്റെ ഒരു ചിന്ത. ഇവിടെ ഇപ്പോൾ ഇറാൻ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ താങ്ങാൻ കഴിയാതെ ഇറാൻ നിലം പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, കാരണം അവരുടെ ആയുധശേഷി കുറഞ്ഞു വരികയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പക്ഷേ അതിശക്തമായി തിരിച്ചടിച്ചു നിൽക്കുന്ന ഇറാനെയാണ് നമ്മൾ ഈ മണിക്കൂറുകളിൽ പോലും കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയതും. അതും ഈ പറയുന്നത് പോലത്തെ അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊന്നുമല്ല, വില കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രയേലിൻ്റെ ദിമോണ മേഖലയിലും ദിമോണയിലും മറ്റൊരു പ്രദേശത്തേക്കും അതിശക്തമായ ഒരു ആക്രമണം, അതായത് ഇസ്രയേലിൻ്റെ ആണവ പ്ലാന്റുകൾ ഉള്ള കേന്ദ്രങ്ങൾ നോക്കി ആക്രമണം നടത്തി എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതുവരെ ഇറാനെ അവരുടെ ആ ഒരു ആയുധശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ പറയുന്ന അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ വ്യക്തമാകുന്നത്? കൃത്യമായ നിരീക്ഷണമാണ്. അമേരിക്ക ക്ലെയിം ചെയ്തിരുന്നത്, ഇസ്രയേലും അവകാശപ്പെട്ടിരുന്നത്, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അത് കറക്റ്റ് അല്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ഒരു സ്റ്റെൽത്ത് വിമാനം, അതായത് F-35 കാറ്റഗറിയിലുള്ള ഒരു സ്റ്റെൽത്ത് വിമാനത്തിന് കേടുപാടുകൾ പറ്റി. എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ താഴെ നിന്നുള്ള വെടിയേറ്റ സ്റ്റെൽത്ത് വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത്. കാരണം ഈ റൈഡാറുകളിലൊന്നും പെടാതെ സഞ്ചരിക്കാവുന്ന വിമാനങ്ങളാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നാണല്ലോ അതിന്റെ സാങ്കേതികമായ ഒരു മേന്മയായി പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി തകർന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല എങ്കിൽ പോലും ഇറാന്റെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇൻടാക്ട് അല്ല എങ്കിൽ പോലും കേപ്പബിലിറ്റി അവശേഷിക്കുന്നു എന്നതാണ് നിഗമനം. 1. 2, അമേരിക്കയുടെ തന്നെ F-15 കാറ്റഗറിയിലുള്ള ഒരു കപ്പലുകളിൽ നിന്നൊക്കെ പറന്നു ഉയരാൻ തക്ക കാറ്റഗറിയിലുള്ള ഒരു വിമാനം ഈ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ തകർന്നു വീഴുന്നു. അതിന്റെ പിന്നിലും ഇറാൻ അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ ഏറ്റാണ് തകർന്നു വീണത് എന്ന്. ഇത് മാത്രമല്ല, മറ്റ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ, യുദ്ധം തുടർന്ന ആഴ്ചകളിൽ ഏതാനും വിമാനങ്ങൾ അമേരിക്കയെ നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ ഇറാന്റെ ക്ലെയിമുണ്ട്. വ്യോമ പ്രതിരോധ ശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുത്തി എന്ന ക്ലെയിം പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ ആവുന്നില്ല. അതൊന്ന്. വ്യോമ ആക്രമണ കപ്പാസിറ്റിയാണ് രണ്ടാമത്തേത്. ഇറാന്റെ മിസൈൽ ശേഖരം, മിസൈൽ പ്രതിരോധമല്ല, മിസൈൽ ആക്രമണശേഷി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതൊരു ഉദാഹരണമാണ്. 2 ഉദാഹരണങ്ങൾ പറയേണ്ടതുണ്ട്. 4000 കിലോമീറ്റർ തെക്കുമാറിയുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സേനാ താവളമായ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ഈ ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണം അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. 2 ദീർഘദൂര മിസൈലുകൾ, ദീർഘദൂരം എന്ന് പറയുന്നത് ശരിയല്ല, മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഒരു പക്ഷേ 2 സ്റ്റേജ് മിസൈലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളെ ക്രമീകരിച്ച് അതിന്റെ പോർമുനയുടെ ഭാരം കുറച്ചുകൊണ്ട് 4000 കിലോമീറ്റർ ആക്കി നിജപ്പെടുത്തി ഡീഗോഗാഷിയിലേക്ക് അയക്കുകയാണ്. അപ്പൊ ആ ഒരു ദ്വീപ സമൂഹത്തിന്റെ ഭാഗമായി മൗറീഷ്യസിന് അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ്, ആർച്ചിപ്പെലഗോ ആണ്. അപ്പൊ ആ ആർച്ചിപ്പെലഗോയിലെ പ്രധാനപ്പെട്ട ദ്വീപാണ് ബ്രിട്ടീഷ് കൺട്രോളിലുള്ള ഡീഗോഗാഷി. അമേരിക്കയ്ക്ക് 99 വർഷത്തേക്ക് പാർട്ടിന് കൊടുത്തിരിക്കുന്ന
ആ ദ്വീപ സമൂഹത്തിലാണ് വളരെ വലിയ മിലിറ്ററി സന്നാഹങ്ങളാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഏഷ്യൻ, പ്രത്യേകിച്ച് സദൺ ഏഷ്യൻ ഓപ്പറേഷൻസിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട താവളം. അതായത് ഈ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വളരെയധികം, ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും വളരെയധികം അകലം പാലിക്കുന്ന ഒരിടം, സുരക്ഷിതമായ ഇടം, മറ്റു രാജ്യങ്ങളുടെ മിസൈലുകൾക്ക് കടന്നു വരാനാവാത്ത ഒരു സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഇടം എന്ന നിലയിൽ നിന്നും ഒരുപക്ഷെ ഇറാന്റെ ഹിറ്റിംഗ് റേഞ്ചിലേക്ക് ഡിയേഗോ ഗാർഷ്യ മാറിയിരിക്കുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഇറാന്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി തകർന്നു എങ്കിൽ എങ്ങനെയാണ് ഡിയേഗോ ഗാർഷ്യയിലേക്ക് മിസൈൽ അയക്കാൻ കഴിയുക? അതുപോലെ തന്നെയാണ് ഇസ്രയേലിന്റെ ഡിമോണ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഡിമോണ നഗരത്തിന്റെ പരിധിക്ക് പുറത്താണ് ഡിമോണ ആണവ നിലയം. ബർഷേബ നഗരം, ഇസ്രായേലിന്റെ തെക്കൻ നഗരമായ ബർഷേബയിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ തെക്കുമാറി നെജേവ് മരുഭൂമിയുടെ മധ്യത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഡിമോണ ന്യൂക്ലിയർ പ്ലാന്റ്. അതിന് സമീപമുള്ള ഡിമോണ നഗരത്തിലും അറാദ് നഗരത്തിലും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇവിടെ പോയി ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനം അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ സംവിധാനങ്ങൾ ഇവിടെ പോയി. അപ്പോൾ ഇതിനൊക്കെ കുറവ് വരുന്നു. വ്യോമ പ്രതിരോധം, അതായത് അമേരിക്കയുടെ സഖ്യ കക്ഷികളുടെയും അറബ് രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെ പോലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ചെറിയ വിള്ളലുകൾ വീഴുന്നു. അത് ഭേദിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ കൃത്യമായി പതിക്കുകയും വലിയ ഒരു കെട്ടിടമാണ്, ബഹുനില മന്ദിരമാണ് ഈ അറാദിൽ തകർന്നു വീണത്. ഡിമോണയിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായതായും ഒരുപക്ഷെ 100ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാമെങ്കിൽ, കാരണം ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ ഈ അൽ ജസീറയോ അറബ് മാധ്യമങ്ങളോ അല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെയും ഇസ്രായേലിന്റെ തന്നെ അഡ്മിഷൻ പകവെക്കാമെങ്കിൽ ഇറാൻ സ്റ്റിൽ ഹോൾഡിംഗ് ഒഫൻസീവ് കേപ്പബിലിറ്റീസ്, മിസൈലുകളുടെ രൂപത്തിൽ, ഡ്രോണുകളുടെ രൂപത്തിൽ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത, ഒരു പക്ഷേ ശേഖരത്തിൽ അവനാഴിയിൽ ഇനിയും ഇറാന് ഏറെ മിസൈലുകൾ ഉണ്ടാവാൻ സാധ്യത തള്ളിക്കളയാൻ ആവില്ല. അതുകൊണ്ട് പൂർണ്ണമായി ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവില്ല. അത് മാത്രമല്ല, ഇറാന്റെ ഒരു വാക്കുകൂടി വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. ഇറാൻ പറഞ്ഞ മിക്ക കാര്യങ്ങളും പ്രവർത്തിച്ച് കാട്ടിയിട്ടുമുണ്ട്. ഒരു കാര്യം എന്താണ്? ഇറാനെ അനാവശ്യമായി ആണവ നിലയങ്ങൾ ഉൾപ്പെടെ, ഊർജ്ജ നിലയങ്ങൾ ഉൾപ്പെടെ, വൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടെ, എണ്ണപ്പാടം കൂട്ടി, ഇതെല്ലാം ഊർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഊർജ്ജ ഉപാധികളെ ആക്രമിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കൻ സേനാ വിന്യാസമുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഡീസാലിനേഷൻ പ്ലാന്റുകൾ, അതായത് കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി മാറ്റുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകൾ ആക്രമിക്കും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഒരുപക്ഷെ മുൻപ് നടത്തിയ എല്ലാ ആക്രമണങ്ങളുടെയും രീതിശാസ്ത്രം വെച്ച് നോക്കിയാൽ ആദ്യം അമേരിക്കൻ സേനാ താവളങ്ങൾ, പിന്നീട് തന്ത്രപ്രധാനമായ ചില മേഖലകൾ, എയർപോർട്ട് മുതലായ മേഖലകൾ, പിന്നീടാണ് എണ്ണപ്പാടങ്ങൾ, അവസാനം ഡീസാലിനേഷൻ പ്ലാന്റ് കൂടി ആക്രമണ വിധേയമാവുകയാണെങ്കിൽ വെള്ളം കൂടി മുട്ടാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായി അല്ല എങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിലും കലാമിറ്റി, ഒരു ഹ്യൂമൻ ട്രാജഡി അവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഒഴിവാക്കുന്നതിന് ബുദ്ധിപൂർവമായ നീക്കുപോക്കുകൾ, നടപടികൾ രണ്ടു ഭാഗത്തും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് മാത്രമല്ല, ഇറാന്റെ ഭാഗത്തും നീക്കുപോക്കുകൾ ഉണ്ടാകേണ്ടത്. ഒറ്റ നീക്കുപോക്ക് മാത്രമേ ഉള്ളൂ. താൽക്കാലികമായി ഇറാന്റെ എണ്ണ പൊതുവിപണികളിൽ വിൽക്കാനുള്ള അനുവാദം അമേരിക്ക ഇപ്പോൾ നൽകിയിരിക്കുന്നു. അത് ഇറാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണയല്ല, ഇറാന്റെ കപ്പലുകളിൽ ഓൾറെഡി കയറ്റി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നങ്കൂരം വിട്ടിരിക്കുന്ന ഇറാനിയൻ കപ്പലുകളുടെ എണ്ണ ഒന്ന് വിൽറ്റ് മാറാനുള്ള സമ്മതം കൊടുത്തിരിക്കുന്നു. കാരണം ആഗോള വിപണിയിൽ എണ്ണ വില തീപിടിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ ഒരു കൺസെഷൻ കൂടിയാകാം. ഇറാന്റെ മേലുള്ള ഉപരോധം അവസാനിപ്പിച്ചിരിക്കുന്നു. യുദ്ധം തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇറാന് മേൽ ഉപരോധം ഉണ്ടാവില്ല. ഇറാൻ ഇഷ്ടമുള്ളതുപോലെ എണ്ണ വിൽക്കാം. അവരുടെ ഭൗതിക ജീവിതത്തെ ഞങ്ങൾ തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായി ഇറാനും പിന്നോട്ട് പോകും. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനും കഴിയും. ഈ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കാൻ ആരും വരുന്നില്ല എന്നത് മാത്രമാണ്. അത് മാത്രമല്ല, വിശാലമായ അർത്ഥത്തിൽ സമാധാനം ഉണ്ടാകണം എങ്കിൽ വിശാല അടിത്തറയിൽ ഒരു സമഗ്ര കരാർ ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്രയേലും ഇറാനും സൗദി അറേബ്യയും ചേർന്നുകൊണ്ട് ഭാവിയിൽ ഒരു യുദ്ധമില്ലാ കരാർ സാധ്യമാക്കണമെങ്കിൽ പാലസ്തീൻ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായ ചില നടപടികൾ ഉണ്ടാകണം. പലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണം സംഭവിക്കണം. സ്വതന്ത്ര പരമാധികാര പലസ്തീനും സ്വതന്ത്ര പരമാധികാര ഇസ്രയേലും സൈഡ് ബൈ സൈഡായി അധിവസിക്കാൻ, സഹവസിക്കാൻ കഴിയുന്നിടത്തോളം കാലം അടിസ്ഥാനപരമായ പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ ഇറാൻ എന്ന് പറയാനാകും? ഇസ്രയേലിനെതിരെ ഇറാൻ ചന്ദ്രഹാസം ഇളക്കിയത് മുഴുവൻ തന്നെ പലസ്തീൻ വിഷയം പറഞ്ഞുകൊണ്ടാണ്. പലസ്തീൻ വിഷയത്തിന്റെ കോസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത്. ഇങ്ങനെയുള്ള ആക്രമണമാണ് പിന്നീട് ഈ യുദ്ധത്തിലേക്ക് ആത്യന്തികമായി കലാശിച്ചത്. അങ്ങനെയുള്ള
ഒരു ഒരു മനോഭാവമാണ്. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ബാഹ്യശക്തികൾക്ക്, അമേരിക്ക ഉൾപ്പെടെയുള്ള ബാഹ്യശക്തികൾക്ക് ആ മേഖലയിലെ സ്വാധീനം കുറഞ്ഞു വരികയും ഗൾഫ് രാജ്യങ്ങളും ഇസ്രയേലും അതുപോലെ ഇറാനും ഒന്നു ചേർന്ന് ഭാവിയിൽ തങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊള്ളാം എന്ന ധാരണയിലെത്തുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ വില്ലനായി വരുന്നത് അമേരിക്ക തന്നെയാണ്. ഇസ്രയേൽ അല്ല, ഇറാൻ അല്ല, സൗദി അറേബ്യ അല്ല, അമേരിക്ക തന്നെയാണ്. അതുകൊണ്ട് ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ പരസ്പര സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നു എന്നൊരു ചിന്ത ഈ മൂന്ന് രാജ്യങ്ങളിലും ഉണ്ടായാൽ, മൂന്ന് രാജ്യങ്ങളും പരസ്പരം ചില ഉറപ്പുകൾ നൽകുകയും ഒരു യുദ്ധമില്ലാ കരാറിലേക്ക് ആത്യന്തികമായി എത്തിച്ചേരുകയും പലസ്തീൻ കോസ്റ്റ് പരിഹരിക്കപ്പെടുകയും ചെയ്താൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അടിസ്ഥാനപരമായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇത് പറയാൻ എളുപ്പമല്ല, നടപ്പാക്കാൻ എളുപ്പമല്ല. ഉടുമ്പ് പോലെ അമേരിക്ക അവിടെ പിടിച്ചു കിടക്കും. അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ, ഇക്കണോമിക് ഇൻട്രസ്റ്റ് എല്ലാം ഇൻവോൾവ് ആണ്. ഒരുപാട് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് അവിടെയുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്ന് ആ ശരീരത്തിൽ നിന്നും അമേരിക്ക വിട്ടുപോവില്ല എന്ന നിശ്ചയമാണ്. പക്ഷേ ഗിവ് ഇറ്റ് എ തോട്ട് എന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിച്ചാൽ അമേരിക്കയുമായുള്ള സഹകരണം തുടരുകയും സൈനികമായ സഹകരണം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരികയും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നിലനിൽക്കാനുള്ള അവകാശം ഉണ്ടാവുകയും ചെയ്തില്ല എങ്കിൽ എല്ലാ വർഷവും 8-10 മാസം കൂടുമ്പോൾ ഒരു ആക്രമണം, ഇതൊരു കലാപരിപാടിയെ തുടരുകയാണെങ്കിൽ ഇറാൻ ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങും. മിലിഷ്യകളായിരിക്കും, നൂറുകണക്കിന് ചെറുതും വലുതുമായ ആയുധ സംഘങ്ങളുടെ കയ്യിലേക്ക് ശിഥിലീകരിക്കപ്പെടുന്ന ഇറാൻ പോയാൽ ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും അമേരിക്കൻ താല്പര്യങ്ങൾക്കും എല്ലാം തന്നെ അത് വളരെ വെല്ലുവിളിയാകും. അങ്ങനെ ഒരു രാജ്യത്തെ, പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെ ശിഥിലീകരിച്ച് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആക്കി മാറ്റി അഫ്ഗാനിസ്ഥാനും ഇറാഖിനും സിറിയയ്ക്കും ഒക്കെ പറ്റിയ ഗതികേട് ഇറാന് പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ഒരു തരത്തിലും, അതായത് ഈ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇതുവരെ ഇറാനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ ഈ യുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ചില പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ ഇറാനുമായിട്ട് ഇസ്രയേൽ അറിയാതെ ഒരു രഹസ്യ ചർച്ചയ്ക്ക്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രഹസ്യ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നാണ്. അതൊരു വഴിക്ക്. ഇതിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും ഇത്തരത്തിൽ ചില അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ മുൻപ് കണ്ടതായിരുന്നു ഇസ്രയേലിനെ വഞ്ചിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ മുൻപും 2025 യുദ്ധം ഒരു 12 ദിവസം നീണ്ടു നിന്നപ്പോൾ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതുകൂടാതെ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും ഈ പറയുന്ന അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം അതിമാരകമായ ആക്രമണങ്ങൾ ഇറാൻ നിരന്തരം നടത്തുമ്പോഴും അതിലൊന്നും ഇടപെടാതെ മൗനം പാലിച്ച് മാറി നിൽക്കുന്ന ഒരു ട്രംപിനെ നമ്മൾ ഈ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഖത്തറിൽ ഒരു ആക്രമണം നടന്നപ്പോൾ, അതായത് അമേരിക്കയും ഇറാനും ഒക്കെയായിട്ട് ആണവ കരാറിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ അന്ന് ഗാസയിൽ അതിമാരകമായ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്ന് ഈ പലസ്തീനിലെ ഹമാസിൻ്റെ നേതൃത്വത്തെ ഖത്തറിൽ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് അമേരിക്ക പറഞ്ഞ വിചിത്രമായ ഒരു വാദമുണ്ട്, ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങൾ ഖത്തറിൻ്റെ അതിർത്തി കടക്കുന്നത്, വ്യോമപാത കടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞതേയില്ല എന്നുള്ള ഒരു വിചിത്രവാദം. അപ്പോൾ അത്തരത്തിൽ ഈ കൂടെ നിൽക്കുന്നവരോടൊന്നും ഒരു നീതി പുലർത്താത്ത അമേരിക്കയെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് ഇന്ത്യയുടെ വാതിൽക്കൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയല്ലേ? ഈ പറയുന്ന പോലെ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി അവരുടെ കവാടം തുറന്നിട്ട് കൊടുത്തതിനുള്ള ഒരു മറുപടിയായിട്ട് വേണം ഇതിനെ എല്ലാത്തിനെയും കണക്കാക്കാൻ. പ്രശോഭ, ഇവിടുത്തെ സജഷൻ ഒരേ സമയം തന്നെ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രയേലിനെയും വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് വഞ്ചിക്കുന്നു. ചതി, വഞ്ചന, വിശ്വാസവഞ്ചന, ഇതൊക്കെ അമേരിക്കയുടെ കൂടപ്പിറപ്പാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ മാത്രം താല്പര്യങ്ങൾ, ട്രംപ് എന്ന പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ബിസിനസ് താല്പര്യങ്ങളും അമേരിക്കയ്ക്ക് വേണ്ടി എന്ന പേരിൽ ട്രംപ് ചെയ്യുന്ന മാഗ ക്യാമ്പയിന്റെ ഒരു പരിണാമകൊത്തി, ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ ഒരു ലക്ഷ്യങ്ങൾ. അല്ലാതെ ധാർമ്മികതയോ ന്യായമോ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണമെന്നോ അമേരിക്കയുടെ നിഘണ്ടുവിലേ ഇല്ല എന്ന് ഓർക്കണം. അതൊരു കച്ചവട രാജ്യമാണ്. കച്ചവടക്കാരനായ അമേരിക്കയുടെ പ്രസിഡന്റായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ലാഭക്ഷമത മാത്രമാണ് പ്രധാനം. ഇസ്രയേലിനോടുള്ള അമേരിക്കയുടെ നിലപാട് കേവലം ലാഭക്ഷമത മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ഡൈനമിക്സിന്റെ ഒരു കാര്യം കൂടിയാണ്. എപ്സ്റ്റീൻ ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം മൊസാദിനുണ്ടാവും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരു പരിധിവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്ന വിവരങ്ങളും നിർണായക വിവരങ്ങളും ഇസ്രയേലിന്റെ കൈവശം ഉണ്ടാകും. അതൊരിക്കലും അത് പുറത്ത് വിടില്ല. അത് ഇസ്രയേലിന്റെ ഒരു ഇന്റഗ്രിറ്റിയുടെ വിഷയമാണ്. ഇനി ഇസ്രയേലും അമേരിക്കയുടെ
പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റും എപ്പോഴും ചേർന്ന് നിൽക്കുന്നു. അത് ഡെമോക്രാറ്റ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും അതങ്ങനെ തന്നെയാണ്. സോറി. പക്ഷെ ആത്യന്തികമായി ഇസ്രയേലി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വിധിക്കപ്പെട്ട രാജ്യം കൂടിയാണ് അമേരിക്ക. അതുകൊണ്ട് ഇസ്രയേലിന്റെ കാര്യം മാറി നിൽക്കട്ടെ. ഇസ്രയേലിനോട് ചിലപ്പോഴൊക്കെ മെല്ലെ പോകാൻ അമേരിക്ക പറയും, ചിലപ്പോഴെല്ലാം ആഞ്ഞടിച്ചുകൊള്ളൂ, തങ്ങൾ പിന്നിൽ നിന്നുകൊള്ളാം എന്ന് പറയുന്നു, മാറിയും പറഞ്ഞും പറയുന്നു. പക്ഷെ ഇസ്രയേൽ ഒരു കാര്യം പറയാം, ആത്യന്തികമായി അളമുട്ടിയാൽ ഇസ്രയേലിനെ ബെയിൽ ഔട്ട് ചെയ്യാൻ അമേരിക്ക പറന്നെത്തും, എക്കാലത്തും എത്തിയിട്ടുണ്ട്, ഇനിയും എത്തും എന്നറിയാം. ആ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി, പെർമനന്റ് ഗ്യാരണ്ടി, അതിന്റെ ബലത്തിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ട്രാൻസാക്ഷനിലാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ GCC മേഖലയിലെ ഏറ്റവും പ്രമുഖ രാജ്യമായ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് ഊഷ്മളത എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ഊഷ്മളതയ്ക്ക് ഉപരിയായ ഒരു വൈകാരിക ബന്ധമില്ല, ഒരു പൊളിറ്റിക്കൽ കണക്ട് ഇല്ല അവിടെ. പക്ഷേ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം സന്ദർശിച്ച GCC രാജ്യം സൗദി അറേബ്യ ആണ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായ അമേരിക്കൻ താല്പര്യങ്ങൾ, ട്രംപ് എന്ന വ്യക്തിയുടെ താല്പര്യങ്ങൾ വളരെയധികം സൗദി അറേബ്യയിൽ അന്തർലീനമാണ്. അങ്ങനെ വരുമ്പോൾ സൗദി അറേബ്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു കൺസേൺ തന്നെയാണ്. പക്ഷെ ഇവിടെ ഉയർന്ന ചോദ്യം, സൗദിയുടെ റിയാദ്, തലസ്ഥാനമായ റിയാദിലും ഈവൻ ചെങ്കടൽ മേഖലയിലെ തുറമുഖങ്ങളിലേക്ക് പോലും ഇതിന്റെ ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ കുറുകെ പറന്നുകൊണ്ട് ഇറാനിയൻ മിസൈലുകൾ നാശം വിതയ്ക്കുമ്പോൾ അമേരിക്ക അതിനെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ തയ്യാറായില്ല. അത് പൂർണ്ണമായും പ്രതിരോധിച്ചത് അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ അമേരിക്ക ഫലപ്രദമായി പ്രതിരോധിച്ചു. പക്ഷേ സോഫ്റ്റ് ടാർഗറ്റുകൾ, സൗദിയുടെ എണ്ണപ്പാടങ്ങൾ, അതായത് ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങൾ, പല റിഫൈനറീസ് ഉൾപ്പെടെയുള്ള അറാംകോ, അറബ് അമേരിക്കൻ കമ്പനി, അറാംകോയുടെ ഉൾപ്പെടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ എവിടെയായിരുന്നു വിഖ്യാതമായ അമേരിക്കൻ ഡിഫൻസ് സംവിധാനം? അതുകൊണ്ട് അമേരിക്ക പൂർണ്ണമായി ഗൾഫ് രാജ്യങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കും എന്ന് കരുതാനാവില്ല. ഒരു ട്രാൻസാക്ഷണൽ ബന്ധം എന്ന നിലയിൽ അമേരിക്കയുടെ താവളങ്ങൾ അവിടെയുണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കൻ താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ ഖത്തറിലെയും ബഹ്റൈനിലെയും അതുപോലെ സൗദി അറേബ്യയിലെയും കുവൈത്തിലെയും ഇറാഖിലെയും ഒക്കെ താവളങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കുന്നു. അത് തുടർന്നും ഉപയോഗിക്കാനുള്ള താല്പര്യം അമേരിക്കയ്ക്ക് ഉണ്ടാകും. കാരണം മധ്യ പൗരസ്ത്യ പ്രദേശത്ത് ഒരു ഫുട് ഹോൾഡ് എന്ന നിലയിൽ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടാകും. അത് മാത്രമല്ല, അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, അമേരിക്കൻ വിമാനങ്ങൾ വിറ്റഴിയപ്പെടണം, അമേരിക്കൻ ആയുധങ്ങൾ ചിലവാകണം. അങ്ങനെയെങ്കിൽ ഗൾഫ് രാജ്യങ്ങളാണ് ക്യാഷ് കൗ, അല്ലെങ്കിൽ നല്ല പണം കൊടുത്ത് വാങ്ങാൻ, അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ കഴിയുന്ന രാജ്യങ്ങൾ. അത് വാങ്ങണമെങ്കിൽ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാവണം. ആ ഭീഷണി പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്നത് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമായ ഇസ്രായേലിൽ നിന്നാണ്. ഇന്ന് അത് ബാധകമല്ല. അങ്ങനെയെങ്കിൽ സുരക്ഷാ ഭീഷണി ഉണ്ടായെങ്കിൽ മാത്രമേ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അവിടെ താവളങ്ങൾ അനുവദിച്ചിട്ട് കാര്യമുള്ളൂ. അത് മാത്രമല്ല, അമേരിക്കൻ ആയുധങ്ങൾ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ ആ സുരക്ഷാ ഭീഷണി ഉണ്ടാവണം. അങ്ങനെ ഒരു കൺവീനിയന്റ് എനിമിയാണ് ഇറാൻ. ഞാൻ വീണ്ടും പറയുന്നു, ഇറാൻ ഈസ് എ കൺവീനിയന്റ് എനിമി ഓഫ് അമേരിക്ക ഇൻ ദ റീജിയൻ ടു കീപ് ദി ഗൾഫ് കൺട്രീസ് ആസ് എ ഫീഫ്ഡം ഓഫ് അമേരിക്ക. ഇതൊരു പ്ലോയാണ്. അതേസമയം ഒരു പരിധി വിട്ട് ഇറാൻ വളരുന്നത് തടയുകയും വേണം. അതുകൊണ്ട് ഇറാന്റെ വിങ്സ് ഷുഡ് ബി ക്ലിപ്ഡ്. അതേസമയം ഇറാനെ പൂർണ്ണമായി അവസാനിപ്പിച്ചാൽ അമേരിക്കയ്ക്ക് മധ്യപൗരസ്ത്യ പ്രദേശത്ത് പ്രസക്തിയില്ലാതാവും. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങളാണ്. ഈ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായി ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയെ നമ്പാനാവുമോ എന്നാണ് ചോദ്യമെങ്കിൽ ആവില്ല. അമേരിക്കയുടെ കച്ചവട താല്പര്യങ്ങൾ മൊത്തത്തിലെ മേഖലയുടെ താല്പര്യങ്ങളുമായി യോജിക്കുന്നിടത്തോളം കാലം അമേരിക്ക ഇവിടെ തുടരും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നമ്പാനാവുമോ എന്നാണ് ചോദ്യമെങ്കിൽ ആവും. ഇസ്രായേലി ലോബി, ജൂയിഷ് ലോബി അമേരിക്കയിൽ കാര്യങ്ങൾ തീരുമാനിക്കത്തക്ക രീതിയിൽ പ്രബലമായി നിൽക്കുന്നിടത്തോളം, കാരണം ഫൈനാൻഷ്യൽ സെക്ടറിലും ഇൻഷുറൻസ് സെക്ടറിലും ബാങ്കിങ് സെക്ടറിലും എന്തിനും ഡിഫൻസ് പ്രൊക്യൂർമെന്റ് സെക്ടറിൽ ഉൾപ്പെടെ ജൂയിഷ് ലോബിയുടെ പ്രവർത്തനം വളരെ. അതുകൊണ്ട് ജൂയിഷ് ഇൻട്രസ്റ്റ് എപ്പോഴും അമേരിക്കയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പക്ഷെ അറബ് താല്പര്യങ്ങൾ അങ്ങനെ ആവണമെന്നില്ല. അത് പ്യൂർലി ട്രാൻസാക്ഷനിലാണ്. അതുകൊണ്ടാണ് അമേരിക്ക പലപ്പോഴും മാറിയും തിരിച്ചും വഞ്ചിക്കുന്നു എന്ന ഒരു ചിന്ത വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം വായിച്ചെടുക്കാൻ.
ഇവിടെ നമുക്കിപ്പോൾ ഈ മധ്യസ്ഥതയ്ക്ക് വേണ്ടി അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം ഒരു മധ്യസ്ഥത വഹിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിലൊരു പ്രശ്നപരിഹാരത്തിന് നമുക്ക് സാധിക്കുമോ? കാരണം ഇപ്പോൾ ഹോർമുസിൽ നിന്ന് നമ്മളുടെ കപ്പലുകൾ പുറത്തേക്ക് വരുന്നു, നമ്മളെ ഇറാൻ ചേർത്ത് പിടിക്കുന്ന ആ ഒരു കാഴ്ച. അപ്പോൾ ലോകവും ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം, കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് എല്ലാം നമുക്ക് സൗഹൃദ രാജ്യങ്ങളാണ്, നയതന്ത്രപരമായി നമ്മൾ മികച്ച രീതിയിൽ സഹകരണമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം നമുക്ക് ഇടപെടാൻ കഴിയും? ഈ സാങ്കേതികമായി പറഞ്ഞാൽ ഈ മേഖലയിലെ 3 രാജ്യങ്ങളുമായും, അതായത് സൗദി അറേബ്യ എന്ന അറബി രാജ്യങ്ങളുടെ പ്രതിനിധിയുമായും, ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രവുമായും, ഇറാൻ എന്ന ഷിയ രാജ്യവുമായും ഒരുപോലെ ബന്ധമുള്ള രാജ്യമാണ് ഭാരതം. അതേപോലെ തന്നെയാണ് അമേരിക്കയോടും ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം. അങ്ങനെയെങ്കിൽ ലോകത്ത് ചൈനയ്ക്കോ റഷ്യക്കോ മറ്റ് പ്രമുഖ രാജ്യങ്ങൾക്കോ ഒന്നും ഇല്ലാത്ത ഒരു പ്രധാന സ്ഥാനം, ഒരു സമാധാന ചർച്ചകളുടെ ഒരു അന്തരീക്ഷം സംജാതമാക്കുന്നത് ഇന്ത്യക്ക് ശ്രമിക്കാൻ കഴിയും. ഇത് കേവലം സാങ്കേതികം മാത്രമാണ്. ഡിഫാക്ടോ പറയുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ മൾട്ടി ഡയമെൻഷനലാണ്. ഒന്ന്, ഇസ്രായേലിൽ നിന്നും കടന്നു വരേണ്ട സുരക്ഷാപരമായ കാര്യങ്ങൾ, ഡിഫൻസ് കോഓപ്പറേഷൻ, ഇന്റലിജൻസ് ഷെയറിംഗ്. ഇന്ത്യ അനുഭവിക്കുന്ന പല ത്രെട്ടിന്റെയും പ്രഭവ കേന്ദ്രം ഒരു അറബ് ഇസ്ലാമിക് മേഖലയിലെ ചില ചിന്തകളും അത് പാകിസ്ഥാനിലൂടെ കടന്നു വരുന്ന ഭീഷണിയും ഒക്കെ തന്നെയാണ്. അത് ആദ്യമായി തിരിച്ചറിയാൻ കഴിയുന്നത് ഇസ്രായേലിലാണ്. അതുകൊണ്ട് ഇസ്രായേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ ആവില്ല, അത് തുടർന്നെങ്കിലേ പറ്റൂ. 2, ഇറാനുമായി ചരിത്രപരമായ സാംസ്കാരികമായ ബന്ധമുണ്ട് ഭാരതത്തിന്. അത് മാത്രമല്ല, ഇറാന്റെ ചബഹാർ പോർട്ടിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ താല്പര്യങ്ങളുണ്ട്. ചബഹാറിലൂടെ മധ്യ ഏഷ്യയിലെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ മേഖലകളിലേക്ക് ഒരു പാലം, എന്തിന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോലും കടന്നു വരാനുള്ള വാതായനം എന്ന നിലയിൽ ഇറാന്റെ ചബഹാർ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഒരു കാലത്ത് ഇറാനിൽ നിന്നും ഏറെ എണ്ണ ഇന്ത്യ വാങ്ങിയിരുന്നു. നാളുകളിലും അത് തുടരാനുള്ള സാധ്യത. ഇപ്പോഴത്തെ കാർമേഘങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറെ എണ്ണ വാങ്ങാനുള്ള അടുത്ത ഒരു തുറമുഖം തന്നെയാണ് ഇറാൻ. അത് മറ്റൊരു കാര്യം. അതേസമയം അറബ് രാജ്യങ്ങൾ ഇന്ത്യക്ക് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് നല്ലൊരു പങ്ക്, അതായത് കേരള ജനസംഖ്യയുടെ 10% ഗൾഫ് രാജ്യങ്ങളിലാണ്. 35 ലക്ഷം. ആകെ ഇന്ത്യയുടെ 142 കോടി ജനങ്ങളിൽ ഏതാണ്ട് 1 കോടിയോളം, അതായത് 90 ലക്ഷത്തിൽ പരം ആളുകൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുന്നു. വലിയ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് നാട്ടിലേക്ക് അയക്കുന്നു. ഏതാണ്ട് $1 ട്രില്യൺ ആണ് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ് ഇൻ എവറി ഇയർ. ഇത് വളരെ വലിയൊരു തുകയാണ്. ഇതൊന്നും വേണ്ട എന്ന് വെക്കാനാവില്ല. അവരുടെ ജീവനും സ്വത്തിനും ഉറപ്പുവരണം നമ്പർ 1. 2, അവരുടെ വേണ്ടി വന്നാൽ അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യക്ക് ഒരു ചിന്തയുണ്ടാകണം, കാഴ്ചപ്പാടുണ്ടാകണം. അതുകൊണ്ടാണ് ഇറാനെ വിളിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, തങ്ങളുടെ പ്രധാന താല്പര്യം ഗൾഫ് മേഖലയുടെ സുരക്ഷിതത്വമാണ്, ഞങ്ങളുടെ ഏറെ പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അത് പറയേണ്ടതാണ്. 2, ഊർജ്ജ സുരക്ഷ. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി, അതായത് ഹൈഡ്രോ കാർബൺ, അത് ഗ്യാസിന്റെ രൂപത്തിലും LNG CNG രൂപത്തിലും അത് ഖത്തറിൽ നിന്നാണ് വരേണ്ടത്. അത് പേർഷ്യൻ ഉൾക്കടൽ കടന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്ന് ഇന്ത്യ മഹാസമുദ്രത്തിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അവിടെ ചില നീക്കുപോക്കുകൾ ആവശ്യമാണ്. നേരിട്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്തതുകൊണ്ടാണ് ആദ്യം വിദേശകാര്യമന്ത്രി തലത്തിൽ എസ് ജയശങ്കർ ആൻഡ് അബ്ബാസ് അറാഖ്ചി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2 LNG വഹിച്ചുകൊണ്ടുള്ള ഖത്തറിൽ നിന്നുള്ള 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കഴിഞ്ഞ ആഴ്ച എത്തിച്ചേർന്നത്, ഇവിടെ ബോംബെ തുറമുഖത്ത് എത്തിച്ചേർന്നത്. ഏതാനും കപ്പലുകൾക്ക് കൂടി കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയത് അതുകൊണ്ടാണ്. കാരണം ഊർജ്ജ സുരക്ഷയ്ക്ക് വേണ്ടി ഇറാനോട് സഹകരിച്ചുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ നാളെ മറ്റ് രാജ്യങ്ങൾ ആ വഴിയെ ചിന്തിച്ചേക്കാം. ഇത് പ്രശ്നപരിഹാരത്തിന് പല മാർഗങ്ങളാണ്. ഇറാൻ പറയുന്നു, ഞങ്ങൾ ഹോർമൂസ് അടച്ചിട്ടില്ല, ഇന്ത്യൻ കപ്പലുകൾക്ക് വരാം. നാളെ ചൈനീസ് കപ്പലുകൾ വരും, അമേരിക്കയെ ആക്രമിക്കാൻ പറ്റുമോ? ഇല്ല. റഷ്യൻ കപ്പലുകൾ പോകും, അമേരിക്ക ആക്രമിക്കാൻ പറ്റുമോ? ഇല്ല. ആക്രമിച്ചാൽ യുദ്ധമായിരിക്കും. ആത്യന്തികമായി ചൈനയും റഷ്യയും രംഗത്ത് വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്ക് കടന്നു വരാൻ ഇസ്രായേലോ അമേരിക്കയോ ശ്രമിക്കില്ല എന്നുറപ്പാണ്. അങ്ങനെയാണ് ഉപരോധം, അമേരിക്കയായി ഉപരോധം മാറ്റിയില്ല എങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വളരെ ചെറിയ ശ്രമങ്ങൾ, ഒരുപക്ഷെ ഇറാനിൽ നിന്ന് ഇപ്പോൾ എണ്ണ വാങ്ങാൻ അവസരമുണ്ടായിരിക്കുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇപ്പോൾ അവസരമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ഇന്ത്യൻ കപ്പലുകൾക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങിയാൽ അധികകാലം മറ്റ് രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അമേരിക്കയുടെ തീട്ടൂരത്തെ പോലും ലംഘിച്ചുകൊണ്ട് ഒരുപക്ഷെ എണ്ണ കൊണ്ടുവരാൻ ശ്രമിക്കും. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ ഇതിനോട് ആദ്യം അനുകൂലമായി പ്രതികരിക്കില്ല. കാരണം എന്താണ്, അവർക്ക് എണ്ണ വിൽക്കണം. പക്ഷേ അമേരിക്കയുടെ കണ്ണുരുട്ടൽ എങ്ങനെ അത് ലംഘിക്കാനാവും?
പക്ഷെ ആത്യന്തികമായി അവിടേക്ക് പ്രൊവിഷൻസ് എത്തണം, ഇന്ത്യൻ കപ്പലുകൾ എത്തണം, പച്ചക്കറിയുമായി, പഴവർഗ്ഗങ്ങളുമായി, തുണിത്തരങ്ങളുമായി, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുമായി എത്തണം, ചൈനീസ് കപ്പലുകൾ എത്തണം. എങ്കിൽ മാത്രമേ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാനാവൂ. പ്രത്യേകിച്ച് ദുബായ് പോലെയുള്ള ഫ്രീ പോർട്ടുകളിൽ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ എത്തിയില്ല എങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക? എണ്ണയും ഈന്തപ്പഴവും കൊണ്ട് അവിടെ കാര്യങ്ങൾ ഭദ്രമാവില്ല. എണ്ണ വിൽക്കാൻ കഴിയണം. ഗൾഫ് രാജ്യങ്ങൾക്ക് ഏതാനും മാസത്തേക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ ആത്യന്തികമായി ഇൻവെന്ററീസ് വരികയാണ്. എണ്ണ സംഭരണശാലകളിൽ കരുതി വെക്കാനാവുന്നതിനേക്കാൾ എണ്ണ ഉത്പാദനം ഉണ്ടായാൽ എങ്ങനെ കരുതി വെക്കും? ഉത്പാദനം നിർത്തിവെക്കുക എന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വൻതോതിൽ ജോബ് ലോസ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ ഇന്ത്യൻ ലേബറിനെ ബാധിക്കും, ഗൾഫിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. അവരും പ്രശ്നപരിഹാരം ആഗ്രഹിക്കും. അതുകൊണ്ട് ഇങ്ങനൊരു ഫിസിൽ ഔട്ട് ചെയ്തു വരിക, ഒന്ന് പാൻ ഔട്ട് ചെയ്തു പോവുക എന്ന ഒരു മാർഗവും അവശേഷിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യയുടെ നീക്കങ്ങൾ നിർണായകമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ 2 റൗണ്ട് ചർച്ചകളാണ് നടന്നത്. ഒരുപക്ഷെ ലോക സമാധാനത്തിന് വേണ്ടി, ആത്യന്തിക മേഖല സമാധാനത്തിന് വേണ്ടി രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കാളിത്തം. മധ്യസ്ഥ രാജ്യം എന്ന നിലയിലല്ല ഇന്ത്യക്കത് മധ്യസ്ഥത വഹിക്കാനാവില്ല. കാരണം ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതനുസരിച്ച് 2 രാജ്യങ്ങൾ തമ്മിൽ, അല്ലെ 3 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം. There should not be any third party moderation. മൂന്നാം കക്ഷി മീഡിയേഷൻ അനുവദനീയമല്ല ഇന്ത്യയുടെ നയമനുസരിച്ച്. ഇന്ത്യ അതുകൊണ്ട് ഒരിക്കലും ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മധ്യസ്ഥ വഹിക്കുകയോ ചെയ്യില്ല. പക്ഷെ അതിനുള്ള വഴിയൊരുക്കാൻ ഇന്നത്തെ നിലയിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് ഉൾപ്പെടെ സാധിക്കും എന്ന ഒരു പൊതു ചിന്തയുണ്ട്. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തു വരിക എന്നതിന്റെ ഡീറ്റെയിൽസ് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി പറയുന്നു ട്രംപുമായി തനിക്ക് സംസാരിക്കാൻ സാധിക്കും, നെതന്യാഹുമായി തനിക്ക് സംസാരിക്കാൻ സാധിക്കും, മസൂദ് പെസഷ്കിയാനുമായി തനിക്ക് സംസാരിക്കാൻ സാധിക്കും, മുഹമ്മദ് ബിൻ സൽമാനുമായി തനിക്ക് സംസാരിക്കാൻ സാധിക്കും. സൗദി അറേബ്യയുടെയും ഇറാന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉന്നത നേതൃത്വവുമായി സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിബന്ധമുള്ള ആളാണ് നരേന്ദ്രമോദി എങ്കിൽ, ആ ക്ലെയിം കറക്റ്റ് ആണ് എങ്കിൽ തീർച്ചയായും അത്ഭുതകരമായ രീതിയിലുള്ള നെഗോസിയേഷന് വഴി ഒരുക്കാൻ ഭാരതത്തിന് സാധിക്കും എന്നതാണ് പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ ഇതാണ് പശ്ചിമേഷ്യയിലെ ഒരവസ്ഥ ഇതാണ്. കാരണം യുദ്ധം അവസാനിക്കേണ്ടത് അത് ലോകത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യവും കൂടിയാണ്. കാരണം പ്രതിസന്ധികൾ ലോകത്തെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തന്നെ വലിയ പ്രതിസന്ധിക്ക് നടുവിലേക്ക്, പറയുന്ന പോലെ ഗ്യാസും പെട്രോളിയവും ഒക്കെ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് ഇടപെടൽ നടത്താൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.